ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ റീത്തില് റൂഹാക്ഷണം അനാഫ്രയുടെ തുടക്കത്തിൽ, സീറോ മലബാർ സഭയില് അനാഫ്രയുടെ സമാപനത്തിൽ. എന്തുകൊണ്ട്? ഒരു ചോദ്യം. കഴിഞ്ഞ ദിവസം അച്ഛൻ ഒരു വീഡിയോ, വളരെ ദീർഘമായ ഒരു വീഡിയോയിൽ ഈ കൈകളുടെ പ്രാധാന്യമെല്ലാം പറഞ്ഞിട്ട് റൂഹാക്ഷണം എപ്പിക്ലേസിസ് ലത്തീൻ സഭയിലെ സ്ഥാപനവാക്യങ്ങൾക്ക് മുൻപാണെന്നും സീറോ മലബാർ സഭയിൽ റൂഹാക്ഷണം സ്ഥാപനവാക്യങ്ങൾക്ക് ശേഷമാണെന്നും പറയുണ്ടായി. അപ്പൊ എന്തുകൊണ്ടാണ് ലത്തീൻ സഭയിൽ എപ്പിക്ലേസിസ് എന്ന് പറഞ്ഞ റൂഹാക്ഷണം സ്ഥാപനവാക്യങ്ങൾക്ക് മുൻപ്? എന്തുകൊണ്ടാണ് സീറോ മലബാർ സഭയിൽ സ്ഥാപനവാക്യങ്ങൾക്ക് ശേഷം റൂഹാക്ഷണം അല്ലെങ്കിൽ എപ്പിക്ലേസിസ്? വളരെ വിശദമായ ഒരു ഉത്തരം നൽകാൻ ഈ വീഡിയോയിൽ പറ്റില്ല. ഒരു പുസ്തക രൂപത്തിൽ തന്നെ അത് പറ്റുള്ളൂ. അത്രമാത്രം വലിയൊരു ചോദ്യമാണിത്. എങ്കിലും വളരെ എളുപ്പം മനസ്സിലാകുന്ന ഒരു ഉത്തരം ഞാൻ നൽകാം. സീറോ മലബാർ സഭയിൽ ഉപയോഗിക്കുന്ന അദ്ദായി മാറി സ്ലീഹന്മാരുടെ കൂദാശക്രമത്തിൽ 4 ഗൃഹാന്ത വൃത്തങ്ങളാണുള്ളത്. ഗൃഹാന്ത എന്ന് പറഞ്ഞാൽ അല്പം കുനിഞ്ഞു നിന്ന് ചൊല്ലുന്ന പ്രാർത്ഥന. അതുകൊണ്ട് മലയാളത്തിൽ പ്രണാമ ജപം എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ. ഗൃഹാന്ത എന്ന സുറിയാനി വാക്കിനെ പ്രണാമ ജപം, ഒരല്പം കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഒരല്പം കുനിഞ്ഞു നിന്ന് അച്ഛൻ ഒരല്പം കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രണാമ ജപവൃത്തമുണ്ട്. 4 പ്രാർത്ഥനകൾ ചേരുമ്പോഴാണ് ഒരു വൃത്തമാകുന്നത്. ഈ രീതിയിൽ ഒന്ന് കൂശാപ്പ എന്ന് പറയുന്ന സ്വകാര്യ പ്രാർത്ഥന അല്ലെങ്കിൽ രഹസ്യ പ്രാർത്ഥന വൈദികന്റെ. 2 വൈദികന്റെ സഹായ അഭ്യർത്ഥന പ്രാർത്ഥന, ജനങ്ങളുടെ സഹായം ചോദിക്കുന്ന പ്രാർത്ഥന. 3 ഗൃഹാന്ത പ്രാർത്ഥന, ഗൃഹാന്ത ജപം, ഈ പ്രണാമ ജപം. 4 ഉയർന്ന സ്വരത്തിൽ നിവർന്നു ചൊല്ലുന്ന കാനോന. അപ്പൊ ഇങ്ങനെ 4 പ്രാർത്ഥനകൾ ചേർന്നാൽ ഒരു ഗൃഹാന്ത വൃത്തമായി. ഇങ്ങനെ 4 ഗൃഹാന്ത വൃത്തങ്ങൾ ആണ് അദ്ദായി മാറി സ്ലീഹന്മാരുടെ അനാഫറയിലുള്ളത്. ഈ 4 ഗൃഹാന്ത വൃത്തങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് ഇതിനെയാണ് കൂദാശ എന്ന് പറയണേ, കൂദാശ ക്രമം എന്ന് പറയണേ. ഈ 3 ഗൃഹാന്ത വൃത്തങ്ങൾ കഴിഞ്ഞിട്ട് 4ാമത്തെ ഗൃഹാന്ത വൃത്തത്തിന്റെ അവസാനത്തിലാണ് റൂഹാക്ഷണ പ്രാർത്ഥന. 4ാമത്തെ ഗൃഹാന്ത പ്രാർത്ഥനയാണ് ഈ റൂഹാക്ഷണ പ്രാർത്ഥന. അത് കഴിഞ്ഞ് പിന്നെ കാനോനയാണ്. അപ്പോൾ 3 ഗൃഹാന്ത പ്രാർത്ഥന കഴിഞ്ഞ് 4ാമത്തെ ഗൃഹാന്ത പ്രാർത്ഥന, അതിൽ റൂഹാക്ഷണം. ഇതാണ് ചോദ്യം. അപ്പൊ എന്തുകൊണ്ട് 4ാമത്തെ ഗൃഹാന്ത പ്രാർത്ഥനയിൽ ഗൃഹാന്ത വൃത്തത്തിൽ റൂഹാക്ഷണ പ്രാർത്ഥന എന്നാണ്? ഇതിന്റെ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ 3 ഗൃഹാന്ത വൃത്തങ്ങൾ കർത്താവിന്റെ 3 ദിവസത്തെ കല്ലറവാസത്തെ സൂചിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം. ഞാൻ ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ടൈറ്റിൽ നോക്കിയാൽ കാണും. 3 ദിവസം കർത്താവ് യോന തിമിംഗലത്തിനുള്ളിൽ കിടന്ന പോലെ 3 ദിവസം കർത്താവ് ഉള്ളിൽ കിടന്നിരുന്നോ എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ വിശദമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യോന 3 ദിവസം തിമിംഗലത്തിന്റെ ഉള്ളിലായിരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിലായിരിക്കും 3 ദിവസം. ആ 3 ദിവസത്തെ കല്ലറവാസം, അതിന് കല്ലറവാസം എന്ന് പറയണേ, കബറിടത്തിലായിരിക്കുന്ന ആ സമയം, അതിനെയാണ് 3 ഗൃഹാന്ത എന്ന് പറയണേ. ഗൃഹാന്തകൾ 3 ഗൃഹാന്ത വൃത്തങ്ങൾ 3 ദിവസത്തെ കല്ലറവാസമാണ്. ഈ 3ാമത്തെ ദിവസം അപ്പോൾ 3 ഗൃഹാന്തകൾ കല്ലറവാസം. അപ്പോൾ കർത്താവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രാർത്ഥനകൾ. അതിന്റെ സമാപനത്തിലാണ് പരിശുദ്ധാത്മാവ് വന്ന് ഈശോയെ ഉയർപ്പിക്കുന്നത്. അപ്പൊ 3 ഗൃഹാന്ത വൃത്തങ്ങൾ കർത്താവിന്റെ 3 ദിവസത്തെ കല്ലറവാസത്തെയും അതിന്റെ സമാപനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈശോ ഉയർപ്പിച്ചതിനെ 4ാമത്തെ ഗൃഹാന്തയിലും ഓർക്കുന്നു. അപ്പൊ 4ാമത്തെ ഗൃഹാന്തയിലല്ലേ റൂഹാക്ഷണ പ്രാർത്ഥന വരേണ്ടത്? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? 3 ഗൃഹാന്ത വൃത്തങ്ങൾ കർത്താവിന് 3 ദിവസത്തെ കല്ലറവാസമാണ്. ആ 3 ദിവസത്തെ കല്ലറവാസം കഴിയുമ്പോൾ ആ കല്ലറവാസം സമാപനത്തിലാണ് പരിശുദ്ധാത്മാവ് വന്ന് ഈശോയെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നത്. അപ്പോൾ 3 ഗൃഹാന്ത വൃത്തങ്ങൾ 3 ദിവസത്തെ കല്ലറവാസവും യേശുവിന്റെ 3 ദിവസത്തെ കല്ലറവാസവും 3ാം ദിവസത്തിന്റെ സമാപനത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് അവന് ഉയർപ്പിച്ചതിനാൽ ഈ 4ാമത്തെ ഗൃഹാന്ത പ്രാർത്ഥനയിൽ റൂഹാക്ഷണ പ്രാർത്ഥനയും വെച്ചിരിക്കുന്നു. മനസ്സിലായോ? സ്ഥാപന വാക്യങ്ങൾ നമ്മുടെ കുർബാനയിൽ അദ്ദായി മാറി സ്ലീഹന്മാരുടെ കുർബാന ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. സ്ഥാപന വാക്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ആ സ്ഥാപന വാക്യങ്ങൾ ഇല്ലാതെ ഇത് വാലിഡ് ആണെന്ന് വത്തിക്കാനെന്ന് പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഞാനത് ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഇന്നത്തെ വീഡിയോയിലോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. വത്തിക്കാൻ ഇതിനു മുമ്പ് ഞാൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദായിമാർ സ്ലീഹന്മാർ കുർബാനയുടെ മാഹാത്മ്യം പറയാൻ വേണ്ടി ഈ വത്തിക്കാൻ എന്നുള്ള പ്രഖ്യാപനത്തെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ ആഴ്ചയിലും ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ട് പഠിക്കണമെന്ന്, വെറുതെ കേൾക്കുകയല്ല, പഠിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ 3 ഗൃഹാന്തകൾക്ക് ശേഷം 4ാം ഗൃഹാന്ത, അതിൽ എപ്പിക്ലേസിസ് റൂഹാക്ഷണം. അതിൻ്റെ അർത്ഥം മനസ്സിലായി.
ഇതേക്കുറിച്ച് നർസ എന്ന് പറയുന്ന 4-ാം നൂറ്റാണ്ടിലെ വലിയ പണ്ഡിതനാണ്, ലിറ്ററേച്ചർ പണ്ഡിതനാണ്. ക്രിസ്തുവർഷം 399 അദ്ദേഹം ജനിച്ചത്, 502 മരിച്ചത്, 103 വയസ്സ് വരെ ജീവിച്ച ഒരാളാണ്. പാഹ്ലവി ഭാഷയിൽ നർസ എന്നാണ്, നർസായി എന്നാണ് നമുക്ക് തോന്നുക, NARSAI, നർസ എന്നാണ് ഉച്ചരിക്കുക. പാഹ്ലവി ഭാഷയാണ്. എദേസായിലെ ആയിരുന്നു അദ്ദേഹം. എദേസയിലെ കലാലയം 489 ക്രിസ്തുവർഷം 489 അടച്ചു പൂട്ടിയപ്പോൾ അദ്ദേഹം നിസബിസിലേക്ക് പോയി. പിന്നെ നിസബിസിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം എഴുതിയ 360 മേമ്രെ എന്ന് പറയുന്ന 360 രേഖകളുണ്ട്. അതിൽ 80 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 360 അദ്ദേഹം എഴുതി, അതിൽ 80 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം 4-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഈ എന്തുകൊണ്ടാണ് 4 ഗിഹാന്ത സൈക്കിളുകളും ഈ 4 ഗിഹാന്ത സൈക്കിളിൽ എന്തുകൊണ്ട് റൂഹാക്ഷണ പ്രാർത്ഥന അവസാനമെന്നും ഞാൻ പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞേ, അദ്ദേഹം അത് വർണ്ണിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് പറയാം. 3 ദിവസം നമ്മുടെ കർത്താവ് ഭൂമിക്കുള്ളിൽ വസിച്ചു. വലിയ മഹത്വത്തോടെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതിനോട് സദൃശമായി 3 ഗിഹാന്തകൾ പുരോഹിതൻ ചൊല്ലുന്നു. 3 ഗിഹാന്തകൾ കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഉയർത്തെഴുന്നേൽപ്പിനെ ദൃഷ്ടാന്തീകരിച്ചുകൊണ്ടാണ്. നമ്മുടെ കർത്താവിന്റെ കല്ലറവാസത്തെയാണ് 3 ഗിഹാന്തകളെ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റൂഹാക്ഷണം വരെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ കർത്താവിന്റെ മരണം അനുസ്മരിക്കുന്നുവെന്ന കാര്യമാണ് ഈ നർസെ ഇവിടെ സൂചിപ്പിക്കുന്നത്. റൂഹാക്ഷണത്തിന് തൊട്ടു മുമ്പുള്ള 4-ാമത്തെ ഗിഹാന്ത പരിശുദ്ധാത്മാവിൽ കേന്ദ്രീകൃതമായ രക്ഷാകര കർമ്മം അനുസ്മരിക്കുന്നതാണ്. വിശുദ്ധീകരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. കുർബാനയിൽ നടക്കുന്ന പവിത്രീകരണവും, അതായത് അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരമായി മാറുന്ന പവിത്രീകരണ കർമ്മവും പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. ഇതുകൊണ്ടാണ് ഈ ഗിഹാന്ത സൈക്കിളിന്റെ അവസാനത്തില് 3 ഗിഹാന്ത വൃത്തങ്ങൾ കഴിഞ്ഞ് 4-ാം ഗിഹാന്ത പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പറഞ്ഞ് പരിശുദ്ധാത്മ ഇറങ്ങി വന്ന കർത്താവിനെ ഉയർപ്പിച്ചത് അനുസ്മരിക്കുന്നത്. കർത്താവ് ഉയർത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് കുർബാന ഉണ്ടാകുമായിരുന്നില്ല എന്ന് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത് വളരെ ശരിയല്ലേ? അവൻ ഉയർത്തില്ലായിരുന്നെങ്കിൽ അവന്റെ മാംസവും രക്തവും എങ്ങനെ നമുക്ക് ഭക്ഷണമായി നൽകാൻ കഴിയും? അവന്റെ പച്ചമാംസവും പച്ചരക്തം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇനി അവൻ ഉയർത്തു എന്ന് എറണാകുളത്ത് പഠിപ്പിക്കുന്നത് നിങ്ങൾ മുഴുവൻ വിശ്വസിക്കരുത്. അത് മാത്രമല്ല ദൈവശാസ്ത്രം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മത്തായി 28:6, ലൂക്ക 24:6 ഹി ഹാസ് റിസൺ, അവൻ ഉയർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി റോസ് ഫ്രം ദ ഡെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടുതലും പറഞ്ഞിരിക്കുന്നത് അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്നാണ്. റോമാലേഖനം 6:4, 8:11, സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 2:24, 13:10, 1 കൊരിന്ത്യർ 15:4 ഹി വാസ് റേസ്ഡ് ഫ്രം ദ ഡെഡ് എന്നാണ്. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. കർമ്മണി പ്രയോഗമാണ്, വേറെ ആരോ ചെയ്തു. അതാരാ ചെയ്തെന്ന് പൗലോസ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഞാൻ ആ വചനം ഒന്ന് പറയാം. ഈ ദൈവപിതാവ് പരിശുദ്ധ റൂഹായെ അയച്ച് പുത്രൻ തമ്പുരാനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. എവിടെ? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ദൈവം പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. സ്ലീഹന്മാർ നടപടി 13:30. റോമാലേഖനം 8:11 നിങ്ങൾക്കെടുത്ത് വായിച്ചു നോക്കാം. അവനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ അവനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ഉയർപ്പിച്ചത് ആരാണ്? ദൈവപിതാവ്. അവന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്. ഇതേതാണ് റോമാലേഖനം 8:11. ചുരുക്കത്തില് ജീസസ് വാസ് റേസ്ഡ് ഫ്രം ദ ഡെഡ് എന്നാണ് കൂടുതലും പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം. അതായത് യേശു സ്വന്തം ശക്തി കൊണ്ട് ഉയർത്തും എന്ന സൂചനയുണ്ട്, തെറ്റൊന്നല്ലത്. എന്നാൽ അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്നുണ്ട്. അതായത് ദൈവപിതാവ് പരിശുദ്ധാത്മാൻ അയച്ചിട്ടാണ് പുത്രൻ തമ്പുരാനെ ഉയർപ്പിച്ചത്. ഈ ദൈവശാസ്ത്രമാണ് മാർ തോമസ് ലീവായിലുള്ളത്. ഈ ദൈവശാസ്ത്രം തന്നെയാണ് നമ്മുടെ കുർബാനയിലുള്ളത്. അതായത് 3 ഗിഹാന്ത വൃത്തങ്ങള്, കർത്താവിന്റെ 3 ദിവസത്തെ കല്ലറവാസം. അതുകൊണ്ടാണ് അതിൽ മുഴുവൻ മരണത്തെക്കുറിച്ചാണ് കൂടുതൽ ഓർമ്മകൾ. അത് കഴിഞ്ഞിട്ട് 3-ാം ദിവസത്തെ സമാപനത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് പുത്രൻ തമ്പുരാനെ ഉയർപ്പിച്ചു. അപ്പോൾ 4-ാമത്തെ ഗിഹാന്ത സൈക്കിളില് പ്രാർത്ഥനകൾ മുഴുവൻ പരിശുദ്ധാത്മാവിനെ കേന്ദ്രീകരിച്ചും പിന്നെ റൂഹാക്ഷണവും. മനസ്സിലായോ? ഇതാണ് സീറോ മലബാർ സഭ ഉപയോഗിക്കുന്ന അദ്ദായി മാറി സ്ലീഹന്മാരുടെ അനാഫ്രയുടെ എപ്പിക്ലേസിസ് റൂഹാക്ഷണം 4-ാമത്തെ ഗിഹാന്ത പ്രാർത്ഥനയിൽ, പ്രണാമജപ പ്രാർത്ഥനയായിട്ട് റൂഹാക്ഷണ പ്രാർത്ഥന വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് കാനോന. ലത്തീൻ സഭയിലെ വേറെ ദൈവശാസ്ത്രമാണ്. അത് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടപ്പോഴുണ്ടായ സംശയമാണല്ലോ ഇപ്പോൾ ചോദിച്ചത്. ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്രയോ മനോഹരമാണ്. ബൈബിളിൽ ഇങ്ങനെ എന്താ പറയുക, ആറാടി നിൽക്കുകയാണ് നമ്മുടെ കുർബാന. ബൈബിളിലെ തിരുവചനങ്ങളിൽ ആറാടി നിൽക്കുകയാണ് നമ്മുടെ കുർബാന.
അതിലത്തെ ഓരോ വചനവും ഓരോ തിരുവചനങ്ങൾ കൊണ്ട് നെയ്തുണ്ടാക്കിയാണത്. അതേക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായി പിന്നീട് കാണും. നമുക്ക് ഈ കുർബാനയുടെ എല്ലാ ഭാഗങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. ഇപ്പം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. ഞാൻ ലിറ്ററേച്ചറിനെക്കുറിച്ചുള്ള പൊതു പ്രഭാഷണം കഴിഞ്ഞാൽ നമ്മൾ കുർബാനയിലെ ഓരോ ഭാഗവും എങ്ങനെയാണ്, അതിൻ്റെ ചരിത്രം എന്താണ്, അതിൻ്റെ ദൈവശാസ്ത്രം എന്താണ്, തിരുവചനം എന്താണ് നമ്മൾ ആഴത്തിൽ പഠിക്കും. നമ്മൾ 9 കൊല്ലത്തെ ഒരു ധ്യാനത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ 2033 ആകുമ്പോഴേക്കും നമുക്കിത് മുഴുവൻ പഠിച്ച് അല്ലേ, മഹാജൂബിലി വർഷം ആകുമ്പോഴേക്കും അങ്ങനെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ആസൂത്രണം ചെയ്ത് പോണേ. അപ്പോൾ അതിലേക്ക് അപ്പോഴേക്കും നമുക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സംശയം ചോദിച്ചതിന് ഒത്തിരി നന്ദി. ആഴത്തിൽ പഠിക്കാനായിട്ടും പഠിച്ചത് മറ്റുള്ളവർ പറയാനായിട്ടും പ്രചരിപ്പിക്കാനായിട്ടും ശ്രമിക്കണമെന്ന് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് വളരെ ഗൗരവമായിട്ട് പഠിക്കുന്നവർക്കാണ് നമ്മുടെ വീഡിയോസ്. അപ്പോൾ കുറച്ച് ആളുകളെ കാണുന്നുള്ളെന്നുള്ള സങ്കടമൊക്കെ ചിലർ പറഞ്ഞു. നിങ്ങൾ അതിനെപ്പറ്റി ബേജാറേണ്ട കാര്യമില്ല. 300 പേര് കാണുന്നുണ്ട്. അതിൽ കുറേ പേര് വൈദികരാണ്. ഒരു പള്ളി ഇപ്പോൾ സാധാരണ ചെറിയ പള്ളികളൊക്കെ 100 പേരാണ് പള്ളി വരുന്നത്. അപ്പോൾ ഒരു 300 പേര് കണ്ടാൽ പോലും 3 പള്ളിയിൽ വരുന്ന ആളുകളുടെ അത്രയായി. പിന്നെ അതെല്ലാം കാണുന്നവർ മറ്റുള്ളവർ പറയുന്നു, പഠിപ്പിക്കുന്നവരാണ്, അച്ഛന്മാരാണ്. അപ്പോൾ അവർ കേട്ടത് എത്രയോ പേരോട് പറയുന്നു. അപ്പം അതുകൊണ്ട് ഇത്രയും ആഴമേറിയ സംഗതികൾ കുറച്ച് പേരെ കാണുന്നുള്ളൂ എന്ന ഒരു സങ്കടം ആർക്കും വേണ്ട. പക്ഷെ നിങ്ങൾക്ക് കഴിയാവുന്ന തരത്തിൽ ഇത് പ്രചരിപ്പിച്ചാൽ വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോകാനും കുർബാനയിൽ കുറേ കൂടി സജീവമായി പങ്കെടുക്കാനും കർത്താവിൻ്റെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇല്ലേ അങ്ങനെ വചനത്തിൻ്റെ ആറാട്ട് നടത്താനും ഈ കൂതാച്ചിൽ പങ്കെടുക്കുമ്പോൾ കഴിയും. അങ്ങനെ കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.